സ്നൈപ്പേ 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 ചത്തോ പോയോലോ? എന്താടാ നീ എന്താ മിണ്ടാത്ത? ചത്തോ നീ? ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം. പറഞ്ഞോ. ഞാൻ പറയണ അങ്ങോട്ട് കേക്കണം. ഓ ഇയാള് ആദ്യം പറ, നല്ല കേൾക്കണോ വേണ്ടെന്ന് തീരുമാനിക്കത്തുള്ളൂ. സത്യത്തിൽ ഇതിന്റെ അകത്ത് പേര് മല്ലു വൈനർ എന്നാണ്, ബാലൻ എന്നാണ് ഇതിന്റെ അകത്ത്. അങ്ങനൊന്നുമില്ല, ഇത് വേണേലും വിളിക്കാം. എന്റെ പേര് സ്നൈപ്പ് മോർഗൻ എന്നാ. നിന്റെ പേര് എന്തരി? മോർഗൻ. അപ്പൊ എന്ത് വേണേലും വിളിക്കാന്ന് പറഞ്ഞു. നീ സ്നൈപ്പ് മോർഗൻ ആണെങ്കിൽ പിന്നെ ഞാൻ പിന്നെ മല്ലുവനെ ഇട്ടിട്ട് കാര്യമുണ്ടോ? അല്ല, നീ എന്ത് വേണേലും വിളിക്കാന്ന് പറഞ്ഞില്ലേ? അതിന്റെ മറ്റേടത്ത് വിളിച്ചാൽ കേട്ടാ തന്നെ ഇന്ന് നമുക്ക് വെറൈറ്റി ആയില്ല, എന്തിലൊക്കെ ചെയ്യണ്ടേ? ഒന്നില് മീൻ പിടിക്കാൻ പോവാ, അല്ലെങ്കിൽ എടാ നമുക്ക് കരടീനെ പിടിച്ചാലോ സ്നൈപ്പേ? അതിന് ഞാൻ ചോദിച്ചത്. എടാ അതല്ലെന്ന് വെച്ചാൽ മറ്റു വലിയ സാധനമില്ലേ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കരടി. അതന്നെ പറഞ്ഞത്, എനിക്ക് അറിയാതെ എവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ടെന്ന് അറിയാവോ? ആ അപ്പൊ ഇന്ന് കരടിയെ പിടുത്തം തന്നെ. എന്നും ഇങ്ങനെ ബാക്കിയുള്ളവന്മാർക്ക് വേണ്ടി പണിയെടുത്ത് ജീവിക്കേണ്ട പരിപാടിയൊക്കെ നിർത്തി ഇനി നമ്മക്ക് വേണ്ടി ജീവിക്കുക. നീ എവിടെ നിൽക്കുന്നേ? ആ സ്നൈപ്പ്, നമ്മളന്ന് മറ്റേ കുതിര വാങ്ങണോന്നും പറഞ്ഞു പോയതാ. ചാട്ടെ കുതിരയുടെ ബാക്കിൽ നിന്ന് തീ പോന്ന്. എന്റെ അളിയോ, ഇത് എന്തൊരിത്? എടാ സ്നൈപ്പേ, ഈ കുതിരക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. കുതിര കാണ്ട തീ വിടുന്നു. സോറി സോറി, എന്ത് അൺബിലീവബിള്. നിനക്കെന്ത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഇത് ഞാൻ എന്തോ ചെയ്തതെന്ന്? എടാ എടാ എന്റെ പോസ്റ്റ് ഓഫീസിൽ എന്തൊക്കെ അൺഓപ്പൺഡ് പാഴ്സൽ ഉണ്ട്, അവിടെ ചെന്നിട്ട് പാഴ്സൽ തുറന്നു നോക്കാനൊക്കെ പറയുന്നു. സ്നേഹിപ്പ എനിക്ക് എന്തോ ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. സ്വീറ്റ് അയച്ചതാ. മുട്ടത്തലേന്റെ തലവലതായിരിക്കും. നീ കുതിര വാങ്ങാൻ പോവാണോ? അല്ല, എനിക്ക് മേടിക്കാൻ പറ്റണ ഒരു കുതിരക്കൊക്കെ എന്തോരം വിലയാന്ന് വിചാരിച്ച. നമ്മളൊക്കെ ഇവിടെ കിടന്ന് പട്ടി പണിയെടുക്കണം ഒരു നല്ലൊരു കുതിരേനെ വാങ്ങണമെങ്കിൽ. നീ വിചാരിക്കുന്ന പോലെ അല്ല, സിമ്പിള് പരിപാടിയൊന്നും അല്ല സ്നേഹിപ്പേ. പൈസ പെട്ടെന്ന് കിട്ടാൻ എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്തുവാ? അത് തന്നെ. ഏത് തന്നെ? എന്താ സ്നേഹിപ്പ നീ ഉദ്ദേശിക്കുന്നേ? എടാ വാല കിട്ടി. എന്താ കിട്ടി? സാധനം കിട്ടി. 300 നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. പഠിച്ചു കൊഴുത്തു കുതിര. എടാ എന്തരിത് മസിലാ കുതിരക്ക്. എടത്തിന് എത്ര രൂപയാടാ? ഇതിന് ജസ്റ്റ് ഒരു 12 ഗോൾഡും പിന്നെ കുറച്ച് 3 ഡയമണ്ടും മുടക്കി. 12 ഗോൾഡ് ഇല്ല, ഡയമണ്ട് ആണെങ്കിൽ ഇല്ല, പിന്നെ ആകെ ഉള്ളത് കുറച്ച് പൈസയാ. അതെനിക്ക് കഞ്ഞി ഓടിക്കാനുള്ള വക മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഈ കുതിരയെ കുടിയോളാളിയാ. നിന്റെ കുതിര എന്ന് പറഞ്ഞാൽ എന്റെ കുതിര അല്ലേ സ്നേഹിപ്പേ? വന്ന് കയറ്. അതങ്ങനെ നമുക്ക് ഇതിനെ പിടിക്കാൻ പോണ്ട. ഏതിനാ? കരടിനെയാണോ? കുതിര അങ്ങ് സൈസ്, എന്റെ അമ്മ എന്തൊരു ചന്തിയടാ ഇത് കുതിരക്ക്. ഇത് വെച്ച് ഒരുത്തനെ തട്ടിക്കഴിഞ്ഞാണ്ടല്ലോ സ്നൈപ്പ്. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയിൽ ഇത്രയും വലിയ കുതിര വേറെ ആയിരിക്കും ഇല്ല കേട്ടാ. എടാ നീ കുതിരക്ക് എന്താ പേരിടോടാ സ്നൈപ്പേ? എന്തുവാ? ചന്തിയും കൊണ്ട കിടക്കുമ്പോ പിന്നെ ഇതിന് പേരിടണ്ട, കുണ്ടി. കുതിരക്ക് നല്ലൊരു പേരിടറാ. പിന്നെ ചന്തി എന്തൊരു സ്നൈപ്പേ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുതിര ഉണ്ട്, അതിന്റെ പേര് കിണ്ടി, ഇത് കുണ്ടി. കണ്ടി ഇന്നൊരെണ്ണം കൂടി മേടിക്കും, കണ്ടി. അനങ്ങ ഞാൻ ഇടിച്ചു നോക്കോട്ടാ വണ്ടിക്കകത്ത്. ഇത് വെച്ച് ഒരുത്തനെ തട്ടിക്കഴിഞ്ഞാണ്ടല്ലോ കുതിരേനെ വല്ലതും കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ലായിരുന്നേ. തടി മാത്രമേ ഉള്ളു കേട്ടാ, വലിയ ഗുണമൊന്നുമില്ല. കുതിരേനെ കൊണ്ട് ഇടിക്കല്ലേ വല്ല, നമ്മുടെ കുണ്ടി. നമ്മുടെ അല്ല, നിന്റെ കുണ്ടി. അതൊക്കെ ഇവിടെ നമ്മളിത് എങ്ങോട്ടാ പോന്നെ? ഇപ്പേ ആദ്യം കരടി എവിടാന്നുള്ള സ്ഥലം നോക്ക്. മാപ്പിൽ എവിടാ കരടി ഉള്ള? ക്രിസ്മസ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാ, മഞ്ഞ് കാരണം മനുഷ്യന് നടക്കാൻ പറ്റുന്നില്ല തണുത്തിട്ട്. അതെ, കരടിയുള്ള സ്ഥലം ഏതാന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടുപിടിച്ചു. മാപ്പിൽ അത് എവിടാന്ന് എനിക്കറിയാം, പക്ഷെ ആ സ്ഥലമാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി. മൻസാന്റിബോസ്. ഈ 3 ഇവിടെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ മാർക്കിട്ട സ്ഥലം കണ്ടോ? അവിടെ ചെന്നാൽ കരടിയെ പിടിക്കാം. ഡിസംബറൊക്കെ ആയതുകൊണ്ട് മഞ്ഞൊക്കെ ഉണ്ടോ, ഒന്നാമത് തണുത്ത് കുറച്ചിരിക്കുക. മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ചടങ്ങായിരിക്കും. കരടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ലടി മോളെ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ പല. എല്ലാരും കരടീനെയൊക്കെ മറ്റേ വെടിവെച്ച് കൊല്ലണ്, മറ്റേ ഇതാക്കിയല്ലായിരുന്നു. നമ്മള് കത്തിക്ക് കുത്തി കൊല്ലുന്നു. നീ പറഞ്ഞ മറ്റേ മുട്ട് കൈ കൊണ്ട് അടിച്ചിടാനൊന്നും പറ്റത്തില്ല കരടിയെ. ഇച്ചിരി ചടങ്ങാത് എടാ. അല്ലെങ്കിൽ അമ്പും ബില്ലും കിട്ടുവോ? അമ്പും ബില്ലൊന്നും എടാ, അമ്പും ബില്ലൊക്കെ പണ്ട് കാട്ടുവാസികൾ വരെ വിട്ട സാധനമാണ്. അപ്പൊ നീ പറയുന്ന കത്തിക്ക് വെട്ടണമെന്നാണ്. ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കരടിനെ കത്തിക്ക് വെട്ടാൻ പോവാ. എന്നെ കടിക്കാൻ വരുമ്പോ നീ ബാക്കിൽ നിന്ന് കുത്തുക.
നിന്നെയൊക്കെ അടിക്കാൻ വരുമ്പോ ഞാൻ ബാക്കിൽ നിന്ന് കുത്തും. അതൊക്കെ നടന്നാ മതി. എവിടെ ചെന്നു കരടിയെ കാണുമ്പോ ഓടാതിരുന്നാ മതി നീയൊക്കെ കേട്ടടാ. അയ്യേ ഓടാനാ? വാലന്റൈനിലൊരു കിടിലൻ കരടി ഉണ്ടായി. പിന്നെ വാലന്റൈനിലെ കരടി പോലല്ല ഇത്. നല്ല കാട് ഏരിയ ആണ്. വാലന്റൈനിലെ കരടി പോലല്ല ഇവിടുത്തെ കരടി. ഇത് ഇച്ചിരി ടെറർ സാധനമാ. കാണുന്ന പോലെ സിമ്പിളാന്ന് വിചാരിച്ചു അയാള്. എടാ എടാ കരടി, എടാ കരടി, എടാ കരടി പോന്ന്. ഇത് ചെറിയ കുഞ്ഞു കരടി, ആ ബേബി ഗേൾ. ഇതാണ് കരടി. വാലന്റൈനിലെ കരടി പോലല്ല ഇവിടുത്തെ കരടി. ഇച്ചിരി ടെറർ സാധനമാ. എടാ ചെലപ്പോ അത് അമ്മേനെ തേടി പോന്നായിരിക്കും. മനസ്സിലായോ? അവിടെ ചിലപ്പോ വലിയ കരടി കിട്ടും. അതിന്റെ പേരാണ് ശകുന്തള അമ്മ. എടാ ഇതിനൊക്കെ ഞാൻ വിരലിനെ നോടി വിടും. മനസ്സിലായോ? നമുക്കതാ ചെറുതിന്ന് തുടങ്ങാളിയാ. ഈ സാധനത്തിൽ ഞാൻ വിരലിനെ അടിച്ചിടും. നീ അവിടെ കൊണ്ട് നിർത്ത് കാണിച്ചാലേ ഇപ്പൊ. എടാ സാധാരണ കരടി നമ്മളല്ലേ കരടിയെ കണ്ട് പേടിക്കണ്ടേ? നിർത്ത്. അത് പിന്നെ രണ്ടുപേരൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇപ്പൊ കാണിച്ചാലേ വിരലിന് നടുവാന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. കാണിച്ചേ ഞാൻ നിന്റെ പുറകെ കാണും. എവിടെ സാധനം? എവിടെ? ഒരു കത്തി എടുത്തേക്കാം. വിരലിന് എന്തോ ഇതാണ് വിരലിന് എന്തോ കാണിച്ചു തരുമെന്ന് പറഞ്ഞേ? വിരലല്ലേ ഇപ്പൊ കത്തി തണുപ്പായോണ്ടേ വിരലിൽ മരവിച്ചിരിക്കുക. രണ്ടാമത് നീ ആദ്യം ഒന്ന് പിടിച്ചു കാണിച്ചാ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. എവിടെ പോടാ അത്? എന്റെ ഫ്രണ്ടിൽ അറിയൂ കരടിയെ കാണുമ്പോ ഓടാതിരുന്നാ ഓടാനാ? ഇപ്പൊ കാണിച്ചാലേ വിരലിന് നടുവാന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. എവിടെ വലുത്? ഞാൻ പറഞ്ഞില്ലടാ എന്റെ തള്ളനെ കാണാൻ വന്നേടാ അത്. അയ്യോ നീ ഇപ്പൊ വിരലിനെ അടിച്ചിട്ട് കണ്ടാത് പട്ടി. നീ അല്ലടാ വിരലിന് ഇപ്പൊ ഉണ്ടാക്കാന്ന് പറഞ്ഞേ. എന്നെ കടിച്ച് കൊന്നതാണ്. എടാ അയ്യേ ഇങ്ങനെ പേടിക്കല്ലടാ എന്തിനീ? കണ്ട് അണ്ണനെ ഓടുന്ന ഞാൻ കണ്ടു കേട്ടോ. വലിയ സംസാരമൊന്നും വേണ്ട. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. നീ അല്ല പറഞ്ഞ വിരലിനെ അടിച്ചിടുവന്ന്. എന്തേ അടിച്ചിടും? എന്നിട്ട് കണ്ടില്ലല്ലോ വിരലിനെ അടിച്ചിടുന്നേ. അല്ല നീ വെറുതെ ഞാൻ കളിക്കില്ല. ഇതെന്താ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്ന് രക്ഷിക്കണമില്ലേ? ഒന്ന് രക്ഷിക്കാം. വിളിച്ചു കളിക്കുവന്ന് എന്റെ കൂടെ. രക്ഷിക്കണം കുട്ടി. വേറെ പട്ടി വരല്ല. എന്തെങ്കിലും ഒക്കെ അടിച്ചിടാ. അയ്യോ എടാ ഇത് മതളകിയിരിക്കോട്ടോ. പിന്നെ അതിന്റെ കയറിന് പിടിക്കാൻ നിന്നെ രക്ഷിക്കാൻ ഞാൻ വരും. ഞാൻ അതിന്റെ കരടി എന്റെ കൈ കൊണ്ട് കുത്തു മേടിച്ചാവും. നോക്കിക്കോളൂ. അത് ഞാൻ പറഞ്ഞു മുട്ടയെ കൊണ്ട് ഇടിച്ചിട്ടവനാണ് ഈ ഞാൻ. മനസ്സിലായ? ഇന്ന് എന്റെ യുദ്ധം നിനക്ക് മനസ്സിലാവും. കരടി ഞാനും. കരടി എന്റെ കൈ കൊണ്ട് കുത്തു മേടിച്ചാവും. നോക്കിക്കോളൂ. അത് ഞാൻ പറഞ്ഞു മുട്ടയെ കൊണ്ട് ഇടിച്ചിട്ടവനാണ് ഈ ഞാൻ. മനസ്സിലായ? ഇന്ന് എന്റെ യുദ്ധം നിനക്ക് മനസ്സിലാവും. കരടി ഞാനും. അയ്യേ ഇങ്ങനെ പേടിക്കല്ലടാ എന്തിനീ? ബല ബലില്ല. ഇപ്പൊ മനസ്സിലാവും ഞാൻ ആരാന്ന് കരടിക്ക്. അതെന്തൊരു ചാവലായിരുന്നടാ സ്നൈപ്പേ. നമ്മളിവിടെ ഇരിക്കത്തേ ഉള്ളു കേട്ടാ. ഈ കരടി പോവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയട്ടാ. കരടീനെ ഞാൻ ഇപ്പൊ നീ എന്നെ ഓടിക്കുവാണെങ്കിൽ നീ ബാക്കിൽ നിന്ന് ഊത്തണം. നിന്നെ ഓടിക്കുവാണെങ്കിൽ ഞാൻ ബാക്കിൽ നിന്ന് ഊത്തും. ഓക്കെ സെറ്റ്. ഞാൻ ഫസ്റ്റ് അതിന് മതം ഇളകി കിട്ടാ. കല്ലിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റാത്തതിന്റെ വിഷമം. ഞാൻ ഇറങ്ങി ഓടട്ടാ. ബാക്കിൽ നിന്ന് ഊത്തോ? ഞാൻ കുത്തിക്കോളാം. നീ ഇറങ്ങി ഓടിക്കോ. പയ്യെ ഓടണേ. ഞാൻ കുത്തിക്കോളാം. നീ എത്രയുടെ തിരിഞ്ഞോടിയാ? ഞാൻ ബാക്കിലല്ലടാ വരുന്നേ. തിരിഞ്ഞാ അവനല്ല. നീ എവിടാ? ഇപ്പൊ ഞാൻ ഒരേ ഏക്കറപ്പുറത്താണ്.
നീ ഇതിന് എന്തോ ചെയ്തു ടൈപ്പ്? മുട്ടയ്ക്ക് ഇടിച്ചു വര. നേരത്തെ എന്നോട് ഞാൻ അഭിനയിച്ചതല്ലേ വര. പോവാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് 5 സെക്കൻഡ് ആയതേ ഉള്ളൂ. വര മുട്ടയ്ക്ക് ഇടിച്ചു വന്നു. വര മുട്ടയ്ക്ക് വെച്ചാ നീ എങ്ങനെ അതിനെ കൊന്നു? ഞാൻ ഒരു വെടി വെക്കണ ശബ്ദം നീ കേട്ടാ? ഇല്ല. ഒരു ബോംബ് പൊട്ടണ ശബ്ദം കേട്ടാ? അതുമില്ല. മുട്ടുകൈ വര, എന്റെ മുട്ടുകൈ. എനിക്ക് ഒന്നുകൂടെ കാണണം. ഇതിന്റെ തന്ത വരും ഇനി. അവനെ നീ എന്റെ കൺമുന്നിൽ വെച്ച് ഇതേപോലെ കൊല്ലണം. എങ്കിൽ ആ സമ്മതിക്കാം. ഇച്ചിരി മഞ്ഞൊക്കെയാണ്, നോക്കാം.